إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഈമാനിന്റെ 6 അടിസ്ഥാന സ്തംഭങ്ങളിൽ പെട്ടതാണ് അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ. അഥവാ ഒരു വ്യക്തിയുടെ മരണം മുതൽ പിന്നീട് അങ്ങോട്ട് നടക്കാനിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും വിശ്വസിക്കുകയും അത് സത്യപ്പെടുത്തുകയും ചെയ്യുക. അതാണ് അതിൻ്റെ ഉദ്ദേശം. അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഖബർ ജീവിതം എന്ന് പറയുന്നത്. ഓരോ മനുഷ്യനും ചെന്ന് കിടക്കേണ്ട അവൻ്റെ വീടാണ് ഖബർ എന്ന് പറയുന്നത്. ഖബർ ഒന്നുകിൽ റൗളത്തും മിൻ റിയാദിൽ ജന്ന, അത് സ്വർഗ്ഗത്തിലെ ഒരു പൂന്തോപ്പായിരിക്കും. അതല്ലെങ്കിൽ ഔ ഹുഫ്റത്തും മിൻ ഹുഫരി നീറാൻ, നരകത്തിലേക്കുള്ള ഒരു കുഴിമാടമായിരിക്കും എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ആ ഖബറിൽ അവിടെ സൗഖ്യമുണ്ട്, അവിടെ ശിക്ഷയുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആനും അതുപോലെ സഹീഹായ ഹദീസുകളും നമ്മെ പഠിപ്പിക്കുന്നത്. അത് തന്നെയാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസവും. അത് തന്നെയാണ്, ഖബറിൽ ശിക്ഷയുണ്ട്, ഖബറിൽ രക്ഷയുണ്ട്, അവിടെ സൗഖ്യമുണ്ട്. എന്നാൽ ചില ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നിഷേധിക്കുന്നതായി കാണാം. അവർ പറയുന്ന കാരണം എന്താണ്? കാഫിറുകളായ ആളുകൾ അവരുടെ ഖബറുകൾ തുറന്നു നോക്കിയപ്പോൾ അവർക്ക് യാതൊരു കുഴപ്പവും പറ്റിയതായി കാണുന്നില്ല. അങ്ങനെ അവർ തങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഗൈബിയായ വിഷയത്തിൽ അവർ നിലപാടുകൾ എടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു മുഅ്മിനായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഗൈബിയായ ഇത്തരം വിഷയങ്ങൾ അവൻ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? അവൻ അല്ലാഹുവും റസൂലും എങ്ങനെയാണോ പറഞ്ഞത്, എന്താണോ നമുക്ക് അറിയിച്ചു നൽകിയത്, അത് വിശ്വസിക്കുക, അതിന് കീഴ്പ്പെടുക. അതിനപ്പുറമായി തൻ്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ശാസ്ത്രീയ പരീക്ഷണങ്ങളിലൂടെ വെളിപ്പെട്ടാൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ എന്നൊരു മുഅ്മിൻ വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ എന്ന് നിലപാടെടുക്കുന്നവരല്ല മുഅ്മിനീങ്ങളായ ആളുകൾ. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ പ്രത്യേകതയായി അല്ലാഹു പറയുന്നു, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ ഗൈബിയായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറമുള്ള കാര്യം, നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ, അത് അല്ലാഹുവും റസൂലും എങ്ങനെ പറഞ്ഞുവോ അത് വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. അവരുടെ ഒരു വിശേഷണമായി, ഗുണമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുകയാണ്. അതുകൊണ്ട് ഖബറിൽ ശിക്ഷയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അദാബുൽ ഖബ്രി ഹഖ്ഖുൻ, ഖബറിലെ ശിക്ഷ എന്ന് പറയുന്നത് അത് സത്യമാണ്, അത് യാഥാർത്ഥ്യമായും ഉണ്ടാകുന്നത് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. മുനാഫിക്കുകളെ കുറിച്ച് പറയവേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സനുഅദ്ദിബുഹും മർറതൈൻ ثم يردون الى عذاب عظيم. മുനാഫിക്കുകളെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, നാം 2 പ്രാവശ്യം അവരെ ശിക്ഷിക്കുന്നതാണ്, പിന്നീട് അതിനുശേഷം അവരെ വമ്പിച്ച വലിയ ശിക്ഷയിലേക്ക് നാം അവരെ തള്ളിവിടുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അഥവാ അവർ നരകത്തിന്റെ അടിത്തട്ടിലേക്ക് എത്തുന്നതിന് മുൻപ് അവർക്ക് 2 ശിക്ഷകൾ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ഏതാണ് ആ ശിക്ഷകൾ? ഇമാം ഖതാദയും റബീഉ ഇബ്നു അനസ് റഹിമഹുമുല്ലാഹ് അവർ പറയുകയാണ്, ഇഹ്ദാഹുമാ ഫിദ് ദുനിയ, ഒന്നാമത്തേത് ഈ ദുനിയാവിൽ അല്ലാഹു അവർക്ക് നൽകുന്ന ശിക്ഷയാണ്. മുനാഫിക്കുകളുടെ അവസ്ഥ അവർ അല്ലാഹു ഈ ദുനിയാവിൽ വെച്ച് തന്നെ മോശമാക്കുന്നതാണ്. വൽ ഉഖ്റ ഹിയ അദാബുൽ ഖബർ, രണ്ടാമത് ലഭിക്കാനുള്ള ശിക്ഷ അത് ഖബർ ശിക്ഷയാണ്. ഖബറിൽ അവർ അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷകളാണ് എന്ന് മഹാന്മാരായ താബിഈങ്ങൾ അവർ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് ഖബറിൽ ശിക്ഷയുണ്ട്, ഖബറിൽ രക്ഷയുണ്ട് എന്നാണ് നാം വിശ്വസിക്കുന്നതും വിശുദ്ധ ഖുർആനും പ്രമാണങ്ങളും നമ്മെ പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖബർ കണ്ടാൽ അദ്ദേഹം പൊട്ടിക്കരയുമായിരുന്നു. അദ്ദേഹത്തിന്റെ താടി രോമങ്ങൾ നനഞ്ഞു കുതിരുമാർ അദ്ദേഹം കരയാറുണ്ട്. ഈ സമയത്ത് അദ്ദേഹത്തോട് ചോദിക്കാറുണ്ട്, താങ്കൾ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ, നരകത്തെക്കുറിച്ച് പറയുമ്പോൾ താങ്കൾ കരയാറില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഖബർ കാണുമ്പോൾ താങ്കൾ കരയുന്നത്? അദ്ദേഹം പറയുകയാണ്, ഇന്നൽ ഖബറ
അവ്വലു മനാസിലിൽ ആഖിറ. നിശ്ചയം ഖബർ എന്നത് അത് പരലോകത്തേക്ക് എത്താനുള്ള ആദ്യത്തെ ഇടമാണ് ഖബർ എന്ന് പറയുന്നത്. ഫഇൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസറു മിൻഹു. ആ ഖബറിൽ രക്ഷപ്പെട്ടാൽ, ആ ഖബറിലുള്ള ചോദ്യത്തിൽ ഒരാൾ രക്ഷപ്പെടുകയാണെങ്കിൽ, അവിടെ ഒരാൾക്ക് സൗഖ്യമാണെങ്കിൽ, അതിനുശേഷം അവൻ നേരിടാനിരിക്കുന്ന വിചാരണയും സിറാത്തും അതെല്ലാം അവൻ എളുപ്പമായിരിക്കും. വഇൻ ലം യൻജു മിൻ. എന്നാൽ ആ ഖബറിൽ ഒരാൾ പരാജയപ്പെടുകയാണെങ്കിൽ ഫമാ ബഅദഹു അശദ്ദു മിൻ. അതിനുശേഷം വരാനിരിക്കുന്ന മഹ്ശറയും വിചാരണയും ചോദ്യവും സിറാത്തുമെല്ലാം അവന് അങ്ങേയറ്റം പ്രയാസമുള്ളതായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മറുപടി കൊടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, മാ റഅയ്തു മൻദറൻ ഖത്തു ഇല്ലാ വൽ ഖബ്റു അഫ്ളഉ മിൻ. ഖബറിനേക്കാൾ ഭീതിതമായ, ഖബറിനേക്കാൾ പ്രയാസകരമുള്ള മറ്റൊരു കാഴ്ചയും ഞാൻ കണ്ടിട്ടില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഖബറിലുള്ള ഈ ശിക്ഷ, ആ ശിക്ഷയിൽ നിന്ന് നമുക്ക് സമാധാനമേകുന്ന, ആ ശിക്ഷയിൽ നിന്ന് നമുക്ക് സംരക്ഷണമേകുന്ന ചില കാര്യങ്ങൾ അല്ലാഹുവും അവന്റെ റസൂലും നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ നിർവഹിക്കുന്ന സൽക്കർമ്മങ്ങൾ, അൽ അഅ്മാലു സ്വാലിഹ. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അത് ഖബർ ശിക്ഷയിൽ നിന്നും നമ്മെ രക്ഷിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ നിർവഹിക്കുന്ന ഫറായിലുകൾ, അല്ലാഹു നമ്മുടെ മേൽ നിർബന്ധമാക്കിയ കാര്യങ്ങൾ. 5 നേരത്തെ നമസ്കാരമുണ്ട്, റമദാനിലെ നോമ്പുണ്ട്, സകാത്തുണ്ട്, കഴിവുള്ളവർക്ക് ഹജ്ജുണ്ട്. ഇങ്ങനെ അല്ലാഹു നിർബന്ധമാക്കിയ ഫറായിലുകൾ അത് നിർവഹിക്കുകയും അതോടൊപ്പം ഐച്ഛികമായ സുന്നത്തായ കർമ്മങ്ങൾ ധാരാളം വർദ്ധിപ്പിക്കുകയും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നാളെ ഖബർ ശിക്ഷയിൽ നിന്നും അത് നമുക്കൊരു സംരക്ഷണമായി, ഒരു കവചമായി അവിടെ വന്നെത്തുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, ഒരു മയ്യത്തിനെ ഖബറിലേക്ക് വെക്കപ്പെട്ടാൽ അങ്ങനെ ആളുകളൊക്കെ പിരിഞ്ഞു പോകുമ്പോൾ ആ ആളുകളുടെ ചെരുപ്പടി ശബ്ദം മയ്യത്ത് കേൾക്കുന്നതാണ്. എന്നിട്ട് പറയുകയാണ്, ഫഇൻ കാന മുഅ്മിനൻ, ആ മരണപ്പെട്ട വ്യക്തി അവൻ മുഅ്മിനാണെങ്കിൽ, കാനത്തി സ്വലാത്തു ഇൻദ റഅസിഹി, അവന്റെ തലയുടെ ഭാഗത്ത് അവന്റെ നമസ്കാരം ഉണ്ടാകും. വകാന സിയാമു അൻ യമീനിഹി, അവന്റെ വലതു ഭാഗത്ത് അവൻ അനുഷ്ഠിച്ച നോമ്പുകൾ ഉണ്ടാകും. വകാനത്തി സകാത്തു അൻ ശിമാലിഹി, അവൻ നൽകിയ സകാത്ത്, അവൻ നൽകിയ സമ്പത്തിന്റെ ഓഹരി അത് അവന്റെ ഇടതു ഭാഗത്തുണ്ടാകും. വകാന ഫിഅലുൽ ഖൈറാത്ത് മിനസ് സദഖതി വസ്സിലതി വൽ മഅറൂഫ് വൽ ഇഹ്സാനി ഇലൻ നാസി ഇൻദ റിജ്ലൈ, അവന്റെ 2 കാൽപാദങ്ങളുടെ അടുക്കൽ അവൻ നിർവഹിച്ച നന്മകൾ, അവൻ ചെയ്ത സദഖകൾ, അവൻ ചേർത്ത കുടുംബ ബന്ധങ്ങൾ, അവൻ ചെയ്ത നന്മകളെല്ലാം അവന്റെ കാൽഭാഗത്തുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഫയുഅ്താ മിൻ ഖിബലി റഅസിഹി, അങ്ങനെ അവന്റെ തലയുടെ ഭാഗത്തിലൂടെ ശിക്ഷയുടെ മലക്കുകൾ ഇറങ്ങി വരുമ്പോൾ ഫതഖൂലു സ്വലാ, നമസ്കാരം ആ മലക്കുകളോട് പറയുകയാണ്, മാ ഖിബലി മദ്ഖലുൻ, ഇതിലൂടെ പ്രവേശനമില്ല. അങ്ങനെ അതാ ശിക്ഷയുടെ മലക്കുകൾ വലതു ഭാഗത്തിലൂടെ കടന്നു വരികയാണ്. നോമ്പ് പറയുന്നു, മാ ഖിബലി മദ്ഖലുൻ, ഇതിലൂടെ പ്രവേശനമില്ല. ഇടതു ഭാഗത്തിലൂടെ ശിക്ഷയുടെ മലക്കുകൾ വരുമ്പോൾ സകാത്ത് പറയുന്നു, മാ ഖിബലി മദ്ഖലുൻ, ഇതിലൂടെ, ഈ ഭാഗത്തിലൂടെ താങ്കൾക്ക് പ്രവേശനമില്ല. അങ്ങനെ കാൽഭാഗത്തിലൂടെ ശിക്ഷയുടെ മലക്കുകൾ വരുമ്പോൾ അവിടെയും അവൻ ചെയ്ത നന്മകൾ, അവൻ ചേർത്ത കുടുംബ ബന്ധങ്ങൾ, അവൻ ചെയ്ത സൽക്കർമ്മങ്ങൾ അത് വിളിച്ചു പറയുകയാണ്, മാ ഖിബലി മദ്ഖലുൻ, ഇതിലൂടെ പ്രവേശനമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ ശിക്ഷയെ തടുക്കുകയാണ്. അവന്റെ 4 ഭാഗത്തിലൂടെയും അവന് സംരക്ഷണം ഒരുക്കുകയാണ്. അവൻ ചെയ്ത സൽക്കർമ്മങ്ങൾ, അവൻ ചെയ്ത നന്മകൾ അവന് അവിടെ ഒരു ഖബറിൽ അവന് മുതൽ കൂട്ടാവുന്ന കാഴ്ചയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. എന്നാൽ കാഫിറായ വ്യക്തിയാണെങ്കിൽ അവന്റെ അവസ്ഥ എന്താണ്? റസൂലുള്ളാഹി പറയുന്നു, വഇന്നൽ കാഫിറ ഇദാ ഉതിയ മിൻ ഖിബലി റഅസിഹി, കാഫിറായ ഒരു വ്യക്തി അവന്റെ തലഭാഗത്തിലൂടെ ശിക്ഷയുടെ മലക്കുകൾ വരുമ്പോൾ ലം യൂജദ് ശൈഉൻ, അവനെ തടുക്കാൻ, ആ ശിക്ഷയെ ചെറുക്കാൻ ഒന്നും തന്നെ അവന്റെ പക്കലില്ല. അവന്റെ വലതു ഭാഗത്തിലൂടെ വരുന്നുണ്ട്, ഇടതു ഭാഗത്തിലൂടെ വരുന്നുണ്ട്, അവന്റെ കാൽപാദങ്ങളിലൂടെയെല്ലാം ശിക്ഷയുടെ മലക്കുകൾ വരുമ്പോൾ അതിനെ ഒന്ന് തടുക്കുവാൻ, അതിനെ ഒന്ന് ചെറുക്കുവാൻ കാഫിറായ വ്യക്തിയുടെ അടുക്കൽ ഒരു നന്മയും ഉണ്ടാവുന്നില്ല, ഒന്നും തന്നെ അവന്റെ പക്കൽ അവശേഷിക്കുന്നില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ധാരാളമായി നന്മകൾ ചെയ്യുക. പ്രത്യേകിച്ച് അല്ലാഹു നിർബന്ധമാക്കിയ ഫറായിദുകൾ, അതിന്റെ കാര്യത്തിൽ അങ്ങേയറ്റം ശ്രദ്ധയുള്ളവരാകണം നാം ഓരോരുത്തരും. നമസ്കാരവും സകാത്തും റമദാനിലെ നോമ്പും അതുപോലെ കഴിവുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യുക. ഇത്തരത്തിലുള്ള അല്ലാഹു നിർബന്ധമാക്കിയ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതിന്റെ വിഷയത്തിൽ അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി നാം മുന്നോട്ട് പോകേണ്ടതുണ്ട്. രണ്ടാമത്തെ മാർഗം എന്താണ്? ഖബർ ശിക്ഷയിൽ നിന്നും അല്ലാഹുവിനോട് അഭയം ചോദിക്കുക, അല്ലാഹുവിനോട് രക്ഷ ചോദിക്കുക. അധിക ആളുകളും മറന്നുപോയ ഒരു കാര്യമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ ഫറഗ അഹദുകും മിനത്ത് തശഹുദിൽ ആഖിർ, അവസാനത്തെ തശഹുദിലെ ആ പ്രാർത്ഥന നിർവഹിച്ചു കഴിഞ്ഞാൽ ഫല്യതഅവദ് ബില്ലാഹി മിൻ 4, നിങ്ങൾ 4 കാര്യങ്ങളിൽ നിന്ന് അല്ലാഹുവിനോട് അഭയം ചോദിച്ചു കൊള്ളുക. ഏതൊക്കെയാണത്? മിൻ അദാബി ജഹന്നം, ഒന്ന് നരകത്തിൽ നിന്നുള്ള രക്ഷയാണ്. രണ്ടാമത്തേത് വമിൻ അദാബിൽ ഖബർ, രണ്ടാമത്തേത് ഖബർ ശിക്ഷയിൽ നിന്നുള്ള, അതിൽ നിന്ന് നിങ്ങൾ അഭയം ചോദിച്ചു കൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ശർരി അൽ മസീഹ് ദജ്ജാൽ,
എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥന നമസ്കാരത്തിന്റെ തശഹുദിൽ നാം മറക്കാതെ ചൊല്ലുക. സലഫുകളിൽ ചിലർ അവർ ഈ പ്രാർത്ഥന ചൊല്ലാതെ നമസ്കരിച്ച ആളുകളോട് വീണ്ടും മാറ്റി നമസ്കരിക്കാൻ പറഞ്ഞതായി കാണാം. അത്രയും ഗൗരവമുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുഅല്ലിമുഹും ഹാദാ ദുആ കമാ യുഅല്ലിമുഹും അസ്സൂറത മിനൽ ഖുർആൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായം, ഒരു സൂറത്ത് അവരെ എങ്ങനെയാണോ പഠിപ്പിക്കാറുള്ളത് അതുപോലെ ഈ പ്രാർത്ഥന പഠിപ്പിക്കാറുണ്ട്. ഏതാണ് ആ പ്രാർത്ഥന? റസൂലുള്ളാഹി പറഞ്ഞു, ഖൂലു, നിങ്ങൾ പറഞ്ഞുകൊള്ളുക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വ അഊദു ബിക മിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ വ അഊദു ബിക മിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്. ഈ പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ സഹാബികളെ പഠിപ്പിച്ചിരുന്നു എന്ന് മഹാനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അവിടുന്ന് രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിനോട് ധാരാളമായി നാം അഭയം ചോദിക്കുക. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗ്രഹണ നമസ്കാരം കഴിഞ്ഞാൽ അവിടെ കൂടിയ ആളുകളോട് റസൂലുള്ളാഹി പറയാറുണ്ടായിരുന്നു, നിങ്ങൾ ഖബർ ശിക്ഷയിൽ നിന്നും അല്ലാഹുവിനോട് ധാരാളമായി അഭയം ചോദിച്ചുകൊള്ളുക എന്ന് അവിടുന്ന് പ്രത്യേകം ഉണർത്തിയതായി കാണാം. ഇനി സൽക്കർമ്മങ്ങൾ, നാം മുമ്പ് പറഞ്ഞു സൽക്കർമ്മങ്ങൾ അത് നരകശിക്ഷയിൽ ഖബർ ശിക്ഷയിൽ നിന്നും നമുക്ക് സംരക്ഷണമേകുമെന്ന് നാം പറഞ്ഞു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 സൽക്കർമ്മങ്ങളെ പറ്റി പ്രത്യേകം ഒരു ഹദീസിൽ എടുത്തു പറഞ്ഞതായി കാണാം. അവിടുന്ന് പറയുന്നു, യുഅ്തർ റജുലു ഫീ ഖബരിഹി, ഒരു വ്യക്തിയെ ഖബറിലേക്ക് കൊണ്ടുവരപ്പെട്ടാൽ, അവനെ ഖബറിൽ മറമാടപ്പെട്ടാൽ, ഫഇദാ ഉതിയ മിൻ ഖിബലി റഅസിഹി, അങ്ങനെ അവന്റെ തലഭാഗത്തിലൂടെ ശിക്ഷയുടെ മലക്കുകൾ ഇറങ്ങി വരുമ്പോൾ, ദഫഅത്ഹു തിലാവത്തുൽ ഖുർആൻ, അവൻ ഓതിയ ഖുർആൻ പാരായണം അത് ആ ശിക്ഷയെ തടുക്കുന്നതാണ്. വഇദാ ഉതിയ മിൻ ഖിബലി യദൈഹി, അവന്റെ 2 കൈകളുടെയും ഭാഗത്തിലൂടെ ശിക്ഷയുടെ മലക്കുകൾ വരുമ്പോൾ, ശിക്ഷ വരുമ്പോൾ, ദഫഅത്ഹു സദഖ, അവൻ ചെയ്ത സദഖകൾ, അവൻ ചെയ്ത ദാനധർമ്മങ്ങൾ ആ ശിക്ഷയെ തടുക്കുന്നതാണ്. വഇദാ ഉതിയ മിൻ ഖിബലി റിജ്ലൈഹി, അവന്റെ കാൽഭാഗത്തിലൂടെ ശിക്ഷയുടെ മലക്കുകൾ ആ ശിക്ഷ വരുമ്പോൾ, ദഫഅഹു മശിയുഹു ഇലൽ മസാജിദ്, അവൻ പള്ളികളിലേക്ക് നടന്നുപോയി എന്ന കാരണം ആ പ്രവർത്തനം അത് ആ ശിക്ഷയെ അത് തടുക്കുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഈ ഹദീസിൽ പറയപ്പെട്ട 3 പ്രവർത്തനങ്ങൾ നാം അതിനെക്കുറിച്ചൊന്നും നന്നായി ആലോചിക്കേണ്ടതുണ്ട്. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന 3 പ്രവർത്തനങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒന്നാമത്തേത് ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആനിന്റെ പാരായണമാണ്. ധാരാളമായി ഖുർആൻ ഓതുക. ഒരു വ്യക്തിക്ക് അവന്റെ ജീവിതത്തിൽ, അവന്റെ സമയത്തിൽ ബറക്കത്ത് ലഭിക്കണമെങ്കിൽ അവൻ ഖുർആൻ ധാരാളമായി ഓതേണ്ടതുണ്ട്. അവൻ എത്രത്തോളം ഖുർആനുമായി ബന്ധമുണ്ടോ അത്രത്തോളം അവന്റെ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകുന്നതാണ്. അവന്റെ സമയത്തിൽ, അവന്റെ ആയുസ്സിൽ ബറക്കത്ത് ലഭിക്കണമെങ്കിൽ ഖുർആൻ ഓതുക. അതിനോളം ബറക്കത്ത് നേടിത്തരുന്ന മറ്റൊരു കാര്യവും തന്നെയില്ല. ഖുർആൻ ഓതുന്നത് മുഖേന എത്രയെത്ര പ്രതിഫലങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിന്റെ കിതാബിൽ നിന്നും ഒരു അക്ഷരം പാരായണം ചെയ്താൽ, ഫലഹു ബിഹി ഹസനത്തുൻ, അവനൊരു നന്മയുണ്ട്. വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ, അള്ളാഹുവിന്റെ പക്കൽ ഒരു നന്മ എന്ന് പറയുന്നത് അത് 10 ഇരട്ടിയായാണ് അതിന് പ്രതിഫലങ്ങൾ രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഒരക്ഷരം ഓതുമ്പോൾ അതിന് 10 പ്രതിഫലമാണ് ലഭിക്കുന്നത്. അങ്ങനെ ഒരു പേജ് ഓതുമ്പോൾ, ഒരു ജുസ് പാരായണം ചെയ്യുമ്പോൾ എത്രയെത്ര നന്മകളാണ് നമ്മുടെ നന്മയുടെ തുലാസിൽ, ഹസനാത്തിന്റെ ഏടുകളിൽ അള്ളാഹു നമുക്ക് രേഖപ്പെടുത്തുന്നതെന്ന് നാം ഓരോരുത്തരും ആലോചിച്ച് നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതുക. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബിഹി, ഖിയാമത്ത് നാളിൽ ഖുർആൻ ഓതിയ ആളുകൾക്ക്, ആ ഖുർആനിന്റെ ആളുകൾക്ക് ആ ഖുർആൻ അത് ശുപാർശ ചെയ്യുന്നതാണ്. ഖുർആൻ ഓതിയവർ, ആ ഖുർആൻ അനുസരിച്ച് ജീവിച്ചവർ, അതനുസരിച്ച് അമൽ ചെയ്തവർ, അവർക്ക് ഖുർആൻ നാളെ പരലോകത്ത് ശുപാർശ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അല്ലാഹു പറഞ്ഞു, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആൻ ഓതുകയും, വഅഖാമുസ് സ്വലാത, നമസ്കരിക്കുകയും നമസ്കാരം മുറപോലെ നിർവഹിക്കുകയും, വഅൻഫഖൂ മിമ്മാ റസഖനാഹും സിർറൻ വഅലാനിയ, അല്ലാഹു നൽകിയ സമ്പത്തിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുകയും ചെയ്ത ആളുകൾ, യർജൂന തിജാറതൻ ലൻ തബൂർ, അവർ ഏർപ്പെട്ടിട്ടുള്ള കച്ചവടം അതൊരിക്കലും നഷ്ടം വരാത്ത കച്ചവടമാണ്. അതുകൊണ്ട് ഖുർആൻ ഓതി എന്നതുകൊണ്ട് നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കാനില്ല. കേവലം മിനിറ്റുകൾ കൊണ്ട് നമുക്കൊരു ജുസ് പാരായണം ചെയ്യാം, കേവലം മിനിറ്റുകൾ കൊണ്ട് നമുക്കൊരു പേജ് പാരായണം ചെയ്യാം. നാം എത്രത്തോളം ഖുർആനുമായി അടുക്കുന്നുണ്ടോ അത്രത്തോളം നമ്മുടെ ഈമാൻ വർദ്ധിക്കുകയാണ്, നമ്മുടെ സമയത്തിലുള്ള ബറക്കത്ത് ലഭിക്കുകയാണ്. പക്ഷേ അധിക ആളുകളും ഖുർആനുമായി യാതൊരു ബന്ധവുമില്ല. റമദാൻ വന്നെത്തിയാൽ മാത്രം ഖുർആനിന്റെ പേജുകൾ തുറക്കുകയും റമദാൻ കഴിയുന്നതോടുകൂടി ആ ഖുർആനുമായി യാതൊരു
യാതൊരു ബന്ധവുമില്ലാത്ത അവസ്ഥയിലേക്ക് മാറിത്തീരുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നാം കണ്ടുവരുന്നത്. അതുകൊണ്ട് ഖുർആൻ പാരായണം അത് നാം അധികരിപ്പിക്കുക. ഒഴിവ് കിട്ടുന്ന സമയത്തെല്ലാം ഒരു ദിവസം ഞാൻ ഇത്ര പാരായണം ചെയ്യുമെന്ന് നാം ഓരോരുത്തരും തീരുമാനമെടുക്കുക. അങ്ങനെ അതിനുവേണ്ടി ഒരു പ്രത്യേക സമയം മാറ്റിവെക്കുക. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഒരു പരിവർത്തനവും നാം കൊണ്ടുവരേണ്ടതുണ്ട്. ഖുർആൻ പാരായണത്തെക്കുറിച്ചുള്ള മൊത്തത്തിലുള്ള ശ്രേഷ്ഠതകളാണ് നാം വിശദീകരിച്ചത്. എന്നാൽ ഖുർആനിലെ ഒരു സൂറത്തുൽ മുൽക്ക്, അതിന് പ്രത്യേകമായ ശ്രേഷ്ഠത മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അദ്ദേഹം പറയുന്നു, അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, മൻ ഖറഅ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്, ആരെങ്കിലും തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് അഥവാ സൂറത്തുൽ മുൽക്ക് അവൻ കുല്ല ലൈലത്തിൻ എല്ലാ രാത്രിയിലും അവൻ പാരായണം ചെയ്യുകയാണെങ്കിൽ മനഅഹു അല്ലാഹു അസ്സ വജല്ല ബിഹാ മിൻ അദാബിൽ ഖബർ, അല്ലാഹു സുബ്ഹാനഹു വതആല ഖബർ ശിക്ഷയിൽ നിന്ന് അവനെ അത് മുഖേന തടുക്കുന്നതാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വകുന്നാ ഫീ അഹ്ദി റസൂലില്ലാഹ് നുസമ്മീഹാ അൽ മാനിഅ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഞങ്ങൾ സൂറത്തുൽ മുൽക്കിനെ വിളിച്ചിരുന്നത് അൽ മാനിഅ അഥവാ തടുക്കുന്നത്, ഖബർ ശിക്ഷയിൽ നിന്ന് നമുക്കൊരു കവചമേകുന്നത്, സംരക്ഷണം ഒരുക്കുന്നത് എന്ന അർത്ഥത്തിൽ സൂറത്തുൽ മുൽക്കിനെ അവർ അൽ മാനിഅ എന്ന പേര് വിളിച്ചിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്കിന്റെ മറ്റൊരു നാമമാണ് അൽ മുൻജിയ അഥവാ രക്ഷപ്പെടുത്തുന്നത്. ഖബർ ശിക്ഷയിൽ നിന്നും നമുക്ക് രക്ഷ നൽകുന്ന അധ്യായം എന്ന നിലക്ക് അൽ മുൻജിയ എന്നും സൂറത്തുൽ മുൽക്കിനെ അവർ വിളിച്ചിരുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് സൂറത്തുൽ മുൽക്ക് അത് ധാരാളമായി പാരായണം ചെയ്യുക. എല്ലാ രാത്രിയിലും പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ഖബർ ശിക്ഷയിൽ നിന്നും അതൊരു കവചമാണ്, സംരക്ഷണമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഹദീസിൽ പറയപ്പെട്ട രണ്ടാമത്തെ സൽക്കർമ്മമാണ് സദഖ എന്ന് പറയുന്നത് അഥവാ ദാനധർമ്മം. അള്ളാഹുവിന്റെ മാർഗത്തിൽ, നന്മയുടെ മാർഗത്തിൽ ധാരാളമായി ചെലവഴിക്കുക, അതും ഖബർ ശിക്ഷയിൽ നിന്നും നമ്മെ തടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട കർമ്മമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി കാണാം. അവിടുന്ന് പറഞ്ഞു, യഖൂലുൽ അബ്ദ്, ഒരടിമ അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മാലി മാലി, എന്റെ സമ്പത്ത് എന്റെ സമ്പത്ത്, അവനിങ്ങനെ പൊങ്ങച്ചത്തോടു കൂടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നമാ ലഹു മിൻ മാലിഹി സലാസുൻ, ഒരു മനുഷ്യന് അവന്റെ സമ്പത്തിൽ നിന്ന് മൂന്ന് കാര്യങ്ങളാണുള്ളത്. മാ അകല ഫഅഫ്നാ, അവൻ തിന്നു കുടിച്ച് നശിപ്പിച്ചു കളയുന്ന കാര്യം, അവൻ തിന്നു തീർച്ചത് ആ ഭക്ഷണം അത് അവന് ലഭിക്കുന്നതാണ്. ഔ ലബിസ ഫഅബ്ല, അവൻ ധരിച്ച് ദുരുമ്പിപ്പോയ വസ്ത്രങ്ങൾ അതും അവന്റെ സമ്പത്തിൽ നിന്ന് അവന് ലഭിച്ച കാര്യമാണ്. ഔ അഅതാ ഫഖ്തന, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുകയും അങ്ങനെ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് അവൻ ചിലവഴിച്ചത്, ഇത് മൂന്നുമാണ് ഒരു മനുഷ്യന് ലഭിക്കുന്നത്. ഇതിൽ മൂന്നാമത്തേതാണ് നാളെ പരലോകത്ത് ഉപകാരപ്പെടുന്നതും. ബാക്കി രണ്ടും ഈ ദുനിയാവിൽ വെച്ച് തന്നെ അവൻ ഉപയോഗിച്ച് തീർക്കുന്നതാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, വമാ സിവാ ദാലിക്, ഇതല്ലാത്തതെല്ലാം ഫഹുവ ദാഹിബുൻ വതാരികുഹു ലിന്നാസ്, അഥവാ അവൻ സ്വന്തത്തിന് വേണ്ടി ഉപയോഗിക്കാതെ നന്മയുടെ മാർഗത്തിൽ ചെലവഴിക്കാതെ അവൻ തന്റെ പക്കൽ പിടിച്ചു വെച്ച ആ ധനം അതവൻ വിട്ടേച്ചു പോകുന്നതാണ്. അവന്റെ പിന്തുടർച്ചാ അവകാശികൾ അത് കൈവശപ്പെടുത്തുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നന്മയുടെ മാർഗത്തിൽ നാം എന്താണോ ചെലവഴിച്ചത് അത് മാത്രമാണ് നമുക്ക് ഉപകാരപ്പെടുന്നത്. അതാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ, നന്മയുടെ മാർഗത്തിൽ സദഖ ചെയ്യുക, ധാരാളമായി ദാനധർമ്മം ചെയ്യുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പ്രത്യേകം പഠിപ്പിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, അസ്സദഖതു തുത്ഫിഉ ഗളബർ റബ്ബ്, റബ്ബിന്റെ കോപത്തെ സദഖ അണക്കുന്നതാണ്, അതിനെ കെടുത്തിക്കളയുന്നതാണ്. അതുപോലെ തന്നെ അസ്സദഖതു തുത്ഫിഉൽ ഖതീഅത കമാ യുത്ഫിഉൽ മാഉൻ നാർ, ഒരു വെള്ളം തീയെ അണക്കുന്നത് പോലെ സദഖ നിങ്ങളുടെ പാപങ്ങളെ, നിങ്ങളുടെ തെറ്റുകളെ അതില്ലാതാക്കുന്നതാണ്, അതിനെ അണക്കുന്നതാണെന്ന് റസൂലുള്ളാഹി പറയുകയാണ്. ഇന്ന സദഖത ല തുത്ഫിഉ അൻ അഹ്ലിഹാ ഹർറൽ ഖുബൂർ, സദഖ ചെയ്ത ആളുകൾ അവർക്ക് ആ ഖബറിന്റെ ചൂടിൽ നിന്നും അവർക്കത് ശമനമേകുന്നതാണ്. വഇന്നമാ യസ്തദില്ലുൽ മുഅ്മിനു യൗമൽ ഖിയാമത്തി ഫീ ദില്ലി സദഖതിഹി, നാളെ ഖിയാമത്ത് നാളിൽ മുഅ്മിനീങ്ങളായ ആളുകൾ അവരോരോരുത്തരും അവർ ചെയ്ത സദഖയുടെ തണലിലായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. മറ്റൊരിക്കൽ പറഞ്ഞു, മാ നഖസത് സദഖത്തുൻ മിൻ മാൽ, ദാനധർമ്മം സദഖ എന്ന് പറയുന്നത് അത് സമ്പത്തിൽ നിന്നും യാതൊന്നും കുറവ് വരുത്തുകയില്ല. സദഖ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള സമ്പത്തിന്റെ എണ്ണത്തിൽ കുറവ് വരുമെങ്കിലും അതിന്റെ ബറക്കത്തിൽ അത് വർദ്ധനവ് ലഭിക്കുകയാണ്, അത് അല്ലാഹു വർദ്ധിപ്പിച്ചു നൽകുന്നതാണ്. അല്ലാഹു പറഞ്ഞില്ലേ, വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു, നിങ്ങൾ എന്തൊന്നു തന്നെ നന്മയുടെ മാർഗത്തിൽ ചെലവഴിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് പകരം നൽകുന്നതാണ്. അതുകൊണ്ട് നന്മയുടെ വഴിയിൽ നാം സമ്പത്ത് ചെലവഴിക്കുമ്പോൾ നമ്മുടെ സമ്പത്ത് കുറയുകയില്ല, അല്ലാഹു അത് വർദ്ധിപ്പിച്ചു നൽകും, അതിന് അല്ലാഹു ബറക്കത്ത് നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, മാ മിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലക്കാനി യൻസിലാൻ, എല്ലാ ദിവസവും നേരം പുലരുമ്പോൾ എല്ലാ അടിമകളുടെ അടുക്കലേക്കും രണ്ട് മലക്കുകൾ ഇറങ്ങി വരുന്നുണ്ട്. ഒന്നാമത്തെ മലക്ക് പറയുന്നത് എന്താണ്? അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ,
അല്ലാഹുവേ നന്മയുടെ മാർഗത്തിൽ ധാരാളമായി ചെലവഴിക്കുന്നവന് നീ പകരം നൽകണമേ. രണ്ടാമത്തെ മലക്ക് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫ, നന്മയുടെ മാർഗത്തിൽ ചെലവഴിക്കാതെ പിശുക്ക് കാണിക്കുന്ന, അത് പിടിച്ചു വെക്കുന്ന ആളുകൾ അവരുടെ സമ്പത്ത് നീ നശിപ്പിക്കണമേ എന്ന് എല്ലാ ദിവസവും 2 മലക്കുകൾ രാവിലെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞതായിരിക്കണം, നന്മയുടെ മാർഗത്തിൽ എല്ലാ ദിവസവും കുറച്ച് സമ്പത്ത് നാം ചെലവഴിക്കുക. ഒരു 10 രൂപയാണെങ്കിൽ 10 രൂപയെങ്കിലും നാം ചെലവഴിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ മലക്കുകളുടെ പ്രാർത്ഥന, ആ സമ്പത്ത് വർദ്ധിക്കുവാൻ, ആ സമ്പത്തിൽ ബറക്കത്ത് ലഭിക്കുവാനുള്ള അവരുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായിരിക്കണം. അതുകൊണ്ട് സദഖകൾ ചെയ്യുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, പാവപ്പെട്ടവരെ സഹായിക്കുക. നന്മയുടെ കവാടങ്ങൾ നമുക്ക് മുൻപിൽ ധാരാളമുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഖബർ ശിക്ഷയിൽ നിന്നും നമുക്ക് സംരക്ഷണമേകുന്ന മൂന്നാമത്തെ പ്രവർത്തനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ് പള്ളികളിലേക്ക് കാൽനടയായി നടന്നുകൊണ്ട് പള്ളിയിലേക്ക് പോവുക എന്നുള്ള പ്രവർത്തനം. ധാരാളം നന്മകൾ, ധാരാളം പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ട പ്രവർത്തനമാണ് പള്ളികളിലേക്ക് നടന്നു പോവുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ തതഹറ ഫീ ബൈതിഹി, ആരെങ്കിലും തന്റെ വീട്ടിൽ വെച്ച് വുദുവെടുക്കുകയാണ്, സുമ്മ ബളാ ഇലാ ബൈതിൻ മിൻ ബുയൂത്തില്ലാ, എന്നിട്ട് അല്ലാഹുവിന്റെ ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക് അവൻ പോവുകയാണ്, അവൻ നടന്നു പോവുകയാണ്, ലിയഖ്ദിയ ഫരീളതൻ മിൻ ഫറാഇദില്ലാ, അല്ലാഹു അവന്റെ മേൽ നിർബന്ധമാക്കിയ നിർബന്ധ നമസ്കാരം നിർവഹിക്കുന്നതിന് വേണ്ടി. എന്നിട്ട് പറയുന്നു, കാനത് ഖുതുവാതുഹു, അവൻ വെക്കുന്ന ഓരോ കാലടിപ്പാടുകളും, ഇഹ്ദാഹാ തഹുത്തുൽ ഖതീഅ, അവൻ വെക്കുന്ന ഒരു കാലടി അവന്റെ ഒരു തിന്മയെ മായ്ച്ചു കളയുന്നതാണ്. വൽ ഉഖ്റാ തർഫഉ ദറജതൻ, അവൻ വെക്കുന്ന മറ്റേ കാലടി അവന്റെ പദവി, സ്വർഗ്ഗത്തിലെ നന്മയുടെ ഒരു പദവി അവൻ അല്ലാഹു ഉയർത്തി നൽകുന്നതാണ്. മറ്റൊരിക്കൽ പറഞ്ഞു, മൻ ഗദാ ഇലൽ മസ്ജിദി വറാഹ്, ആരെങ്കിലും രാവിലെയോ വൈകുന്നേരമോ പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ, അഅദ്ദല്ലാഹു ലഹു നുസുലഹു മിനൽ ജന്നതി കുല്ലമാ ഗദാ ഔ റാഹ്, അവൻ എപ്പോഴാണോ പുറപ്പെടുന്നത് അപ്പോഴെല്ലാം അല്ലാഹു അവന് സ്വർഗ്ഗത്തിൽ ഒരു സൽക്കാരം തയ്യാറാക്കി വെക്കുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ ഖറജ മിൻ ബൈതിഹി മുതതഹിറൻ, ആരെങ്കിലും വീട്ടിൽ നിന്ന് വുദൂ ചെയ്തുകൊണ്ട് പള്ളിയിലേക്ക് പുറപ്പെടുകയാണ്, ഇലാ സ്വലാത്തിൻ മക്തൂബ, നിർബന്ധമായ നമസ്കാരം നിർവഹിക്കുന്നതിന് വേണ്ടി, ഫഅജ്റുഹു കഅജ്രിൽ ഹാജ്ജിൽ മുഹ്രിം, പരിപൂർണമായ ഒരു ഹജ്ജ് നിർവഹിച്ചവന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ രേഖപ്പെടുത്തുന്നതാണ്. റസൂലുള്ളാഹി പറഞ്ഞു, കുല്ലു ഖുത്വത്തിൻ തംശീഹാ ഇലാ സ്വലാ, നമസ്കാരത്തിലേക്ക് വേണ്ടി നീ നടക്കുന്ന ഓരോ കാലടിപ്പാടുകളും സദഖത്തുൻ, അത് നിനക്ക് ഒരു സദഖയാണ് എന്നവിടുന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പള്ളികളിലേക്ക് നടന്നു പോകാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അത് നാളെ ഖബർ ശിക്ഷയിൽ നിന്ന് നമുക്ക് സമാധാനമേകുന്ന, നമ്മെ സംരക്ഷിക്കുന്ന ഒരു പ്രവർത്തനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അൻസാറുകളിൽപ്പെട്ട ബനൂ സലമ ഗോത്രക്കാർ, അവർ നബിയുടെ പള്ളിയിൽ നിന്നും വളരെ അകലെയായിരുന്നു അവരുടെ വീടുണ്ടായിരുന്നത്. അങ്ങനെ അവർ നബിയുടെ അടുക്കലേക്ക് വരികയാണ്. എന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയെ, താങ്കളുടെ പള്ളിയുടെ അടുക്കലേക്ക് താമസം മാറാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, യാ ബനീ സലമ, അവരെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ദിയാറുക്കും തുക്തബു ആസാറുക്കും, നിങ്ങളുടെ താമസ സ്ഥലം എവിടെയാണോ അവിടെ തന്നെ നിങ്ങൾ നിലകൊള്ളുക. കാരണം പള്ളികളിലേക്കുള്ള നിങ്ങളുടെ ഓരോ കാലടിപ്പാടുകൾക്കും നിങ്ങൾക്ക് പ്രതിഫലം രേഖപ്പെടുത്തുന്നുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറയുകയാണ്. അതുകൊണ്ട് പള്ളികളിലേക്ക് കഴിയുന്ന ആളുകൾ കാലടിയായി വരാൻ ശ്രദ്ധിക്കുക. അല്ലാഹുവിന്റെ പക്കൽ ധാരാളം പ്രതിഫലങ്ങൾ ലഭിക്കുന്ന കാര്യമാണ്. അതോടൊപ്പം ഖബർ ശിക്ഷയിൽ നിന്ന് നമുക്ക് കവചമൊരുക്കുന്ന പ്രവർത്തനമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ പറയപ്പെട്ട 3 ഇബാദത്തുകൾ, ഒന്ന് ഖുർആൻ പാരായണം, രണ്ടാമത്തേത് സദഖ, മൂന്നാമത്തേത് പള്ളിയിലേക്ക് നടന്നു പോവുക, നമുക്കെല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനമാണ്. നാം ഓരോരുത്തരും ശ്രദ്ധിച്ചുകൊണ്ട് ഓർമ്മയോടുകൂടി ഈ കാര്യങ്ങൾ ചെയ്യുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ പ്രതിഫലം ആഗ്രഹിക്കുകയും ചെയ്യുക. അതുപോലെ ഖബർ ശിക്ഷയിൽ നിന്നും, ആ ഖബർ ശിക്ഷയ്ക്ക് കാരണമാകുന്ന ഒട്ടനവധി തെറ്റുകളുണ്ട്. ആ തെറ്റുകളെല്ലാം നാം ഉപേക്ഷിക്കേണ്ടതുണ്ട്. പ്രധാനമായും അല്ലാഹുവിൽ പങ്കു ചേർക്കുക, ശിർക്ക് പറയുന്നത് അത് ഖബർ ശിക്ഷയ്ക്ക് കാരണമാകുന്ന വലിയ തിന്മയാണ്. അതുപോലെ തന്നെയാണ് കുഫർ, അതുപോലെ ഗീബത്ത് പറയുക, നമീമത്ത് പറയുക, പലിശ ഭുജിക്കുക, വ്യഭിചരിക്കുക,
ഇങ്ങനെ ധാരാളം തിന്മകളുണ്ട്, ഖബർ ശിക്ഷയ്ക്ക് കാരണമാകുന്ന തിന്മകൾ. അത്തരത്തിലുള്ള തിന്മകളെല്ലാം ഉപേക്ഷിച്ച് നന്മകൾ ധാരാളമായി ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم صل وسلم على نبينا محمد.